ഹലോ ഗൈസ്, അപ്പം നമുക്ക് എല്ലാവർക്കും അമൃത് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പുതിയ ഞങ്ങൾ ഫാമിൻ്റെ ഇത് പേര് മാറ്റിയതാണ് യൂട്യൂബ് ചാനൽ. കാരണം മീനിൻ്റെ വ്ളോഗൊക്കെ ഇടാൻ ഉദ്ദേശിച്ചു. കാരണം വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ലേ, ഇപ്പം മീനിൻ്റെ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അതെ, അപ്പം ഞങ്ങളുടെ എപ്പോഴുള്ള ഡെയിലി കാണിച്ചു തരാം. നമുക്ക് കുറേ ഹാപ്പി ന്യൂസുകൾ ഉണ്ട് കേട്ടോ. ഒറ്റടിക്കല്ല കാണിച്ചു തരാം ഗൈസ്, എന്തായാലും വാ. അപ്പം ആദ്യത്തെ ഞാൻ കാണിച്ചു ഗൈസ്, നല്ല അടിപൊളി ചന്ന ഉണ്ട്. ചന്നമറു നിൽക്കട്ട ഗൈസ്. കൂടാതെ കൂടെ നമ്മൾ ഇടാനായിട്ട് ബ്ലാക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രാണിയാണ് നമ്മൾ പിടിച്ചുകൊണ്ടെന്നാണ്. അപ്പം പുൽക്കാടിനെ പിടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇടല്ലേട്ടാ, ഇതിവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ കേട്ടോ. കൈ മാറ്റിട്ടോ, കണ്ടോ? തിന്നുണ്ട്. ഒറ്റ വീഴുള്ളൂ. പൊളി സാധനമാണ് കേസ്. അപ്പോൾ നമ്മൾ ഈ എപ്പോഴൊക്കെയാലും ഇതിൻ്റെ അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് യെല്ലോ മറു ആണെന്നാണ് പറയണം. യെല്ലോ മറു ആണ്. കൈയിട്ട് എടുത്ത് അപ്പം കടി വേറെ നിങ്ങൾ കയ്യും കൂടാറ് വേണ്ട, ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ കേസ് നമ്മളോട് അതെ പാർവനുണ്ട്, പിന്നെ ഞാനുണ്ട്. നമ്മുടെ വീട്ടിൽ ആണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഗപ്പീസ്. അതിന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ഗൈസ്. കുഞ്ഞുങ്ങൾ വേല അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് ആൽഗി പിടിച്ചിരിക്കുന്നത്. വാട്ടറാണ് ഇതിൻ്റെ ഉള്ളിൽ. കുഞ്ഞുങ്ങൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. സൗമാര് വന്നില്ല, മുകളിലേക്ക് പറ്റേട്ടോ. കാണിച്ച് കണ്ടോ? ഒരെണ്ണം അല്ല കേട്ടോ ഉള്ളത്, പിന്നെ നമ്മുടെ ഡംബോയേഴ്സ് കാണിച്ചു തരാം. എൻ്റെ ഫാമിലി ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ എനിക്കിതാണ്. എൻ്റെ ഡംബോസ് 2 മെയിലും 1 ഫീമെയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് കീസിൽ 1 മെയിലും 1 ഫീമെയിലാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ചും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിനാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഇതാണ് നമ്മുടെ കുഞ്ഞ്. ഇഷ്ടം പോലെ ഉണ്ട്. വാലുമ്പോൾ ഓറഞ്ച് കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ? അപ്പം നമ്മുടെ അടുത്ത് നമ്മളെ സർപ്രൈസ് ആണ്. ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ നിറച്ചും ഗപ്പീസാണ്. നിറച്ചില്ല ഗപ്പീസിന്റെ എവിടെയാണ് ഗപ്പീസിനെ വിളിച്ചാൽ വിളിക്കട്ടെ. പൂമാര് വരൂ കേട്ടോ. ഇവൻ എന്തിനാ വായ വിളിക്കണേ? നീ മാനേ അവന്മാരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വലിയമാരൊക്കെ ഉണ്ട് ഇവിടെ. വലിയമാരൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ അടിയിലായിരിക്കും. നമ്മൾ പേടിച്ചിട്ടായിരിക്കും. പിന്നെ ഇതിൽ 2 പ്ലാറ്റിയും പിന്നെ 4 പേര് കുറെ മിക്സി പീസ് ഉണ്ട്. നിങ്ങൾ കാത്തിരുന്ന സന്തോഷം. കണ്ടോ? നമ്മളെ പോളാർ പാറ്റ് ഫിഷാണ്. ഉമ്മാരെ കാണാൻ എന്തൊരു പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്പട്ടിട്ടും ഗൈസ് ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വന്നിടാ. ഒരു വാല് പോലത്തെ സാധനം കണ്ടോ ഗൈസ്? അതാണ് നമ്മുടെ പോളാർ ഫിഷ്. വിളിച്ചാലോ? ഞാൻ പിടിക്കാം. വിളിക്ക്. അമ്മേരെ മേത്ത് മുള്ള മാതിരിയാണ്. അത് കാരണം നമുക്ക് അതിന് തൊടാനൊന്നും പറ്റില്ല വലുതായിട്ട്. നിങ്ങൾ ആക്രമിച്ച് കഴിഞ്ഞാൽ കയ്യിൽ വലിയ പണി കിട്ടും. വന്നല്ല ആ കാര്യം ജസ്റ്റ് നനക്കി കൊടുക്ക്. ഈ കരം വെച്ചേക്കുന്നത് അതുങ്ങൾക്ക് മുട്ടയിടാനാണ്. അപ്പുറത്തില്ല. നിങ്ങൾ എവിടെയൊക്കെ പോണേ? ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്. വെട്ടടിച്ചടാ ഗൈസ്. കണ്ടോ? നല്ല ബ്ലൂ ടെയിലാണ് അതിനുള്ളത്. 1 മെയിലല്ല കേട്ടോ, 2 ഒരു പേരുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഉമ്മാരെ പിടിക്കല്ല, കാരണം ഉമ്മാര് ഒന്ന് ബ്രീഡാവാൻ ഇരിക്കുന്നുള്ളൂ. എഗ്ഗിലോടെ ഉണ്ട്. അപ്പം ലാസ്റ്റ് ടൈം ഫൈനലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. കാണിച്ചിട്ട് ഗൈസ് 3, 2, 1 ഗോ. ഇതാണ് നമ്മുടെ ഹാപ്പി ന്യൂസ്. അപ്പം നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ട് ഇതിൽ. കണ്ടിരുന്നേ ഇതാണ്ട് മുട്ട. പാറും കൊളാക്കി ഗൈസ്. കണ്ടോ? മുട്ട ഇതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മുട്ട ഇതാണ് കേട്ടോ. കണ്ടോ? ഇതാണ് നമ്മുടെ മുട്ട. അപ്പം നമ്മൾ മുട്ട പാറുൻ കോളാക്കി വെച്ചു. നമ്മൾ നമ്മുടെ ചന്നയ്ക്ക് കൊടുത്ത ഫീഡ്
ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഫീഡാണ് കേട്ടോ കൊടുത്തത്. കാരണം എന്താ, ഒന്നാമത്തെ അവൻ നശിപ്പിച്ച്, ഇപ്പം രണ്ടാമത്തെ ഫീഡാണ് അവൻ ഫുൾ നശിപ്പിക്കുകയാണ് ഗൈസ്. എന്താടാ കുനെ പിടിച്ച് ഓടിക്കുക. എന്താടാ നടന്നേട്ടോ ഗൈസ്. ഇവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ചങ്കായിട്ടുള്ള. വേറൊരു പൊട്ടനും കൂടി ഉണ്ട്, പേര് വെറുതെ വേറൊരു പൊട്ടനാണ് നമ്മുടെ ഫൈറ്റർ കൂട്ടൻ. അകത്തിരിപ്പുണ്ട് പറയണം. അത് അവൻ പേടിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വെച്ചാണ് ഒരു ചന്നയും കൂടി ഉണ്ട്. 2 പേര് ചന്നയാണ്, ഇതിലൊരു ചന്ന തന്നെ. അപ്പം സ്ട്രെസ് പിടിച്ചല്ല, ഇതിനെ അറ്റാക്ക് ചെയ്തതാണ്. അറ്റവൻ അറ്റാക്ക് ചെയ്തു. അവന്മാർ അകത്താണ്, ഒരെണ്ണമുള്ളൂ കേട്ടോ. അടുത്ത അകത്താണ്. അപ്പം അടുത്ത് കാണിച്ചത് ഇതാണ് നമ്മുടെ ഫൈറ്റർ. കുറച്ച് ലൈറ്റിങ്ങിലാണ് ഭംഗിയിരിക്കണേ കണ്ടോ. സീനാണ്, ഏറ്റടിയുള്ള സാധനമാണ്. സീനാണ്. ഫൈറ്ററിനൊക്കെ നമ്മൾ അക്കോരത്ത് നമ്മുടെ ബെറ്റയാണ്. കാരണം ബെറ്റയിനും ഫൈറ്ററിനും എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടായത് പറഞ്ഞു കേട്ടോ. അതന്നെ നമ്മുടെ പാറനെയൊക്കെ കടിച്ചടിച്ച് ചീത്തയാക്കി എടുത്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ സിറ്റ് സ്റ്റാൻഡും കണ്ടു. ഗുഡ് ബോയ്. Shake hand. Come. Sit. Shake hand. Good boy. Shake hand. Good boy. No. Yes. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ കാണണം, ലൈറ്റൊക്കെ ഓഫ് ചെയ്താണ് കാണണ്ടേ. അപ്പം ഇത് ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വൈറ്റ് റോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ നമുക്ക് എല്ലാ കൊറിയ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ കളറ് ഇത് നമ്മുടെ ഹോൾസെയിൽ കടയിലൊക്കെ കിട്ടുന്ന സാധനമാണ്. 40 രൂപയ്ക്ക് 1 കിലോ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ബെറ്റ ഫിഷ്. ഇവന് കണ്ണ് കുറച്ചുകൂടി വലുതായിരിക്കും കേട്ടോ. ഇവന് അത്യാവശ്യം എനർജി ഉള്ള ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും എനർജി ഉള്ള ടൈപ്പ് വാങ്ങിക്കണം. എപ്പോഴും നിങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ വാങ്ങിക്കണ മീനെ ചെക്ക് ചെയ്ത് നോക്കണം. അവന്മാർ ഇപ്പോഴും അനങ്ങാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെസ് പിടിച്ച മീനാണെന്ന് അർത്ഥം. ഇതുപോലത്തെ മീനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്നും നോക്കിയിട്ടൊക്കെ ചെക്ക് ചെയ്യണം. ഞാൻ വരുത്തി ഇതുപോലെ വാങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് പിടിച്ച മീനെ കിട്ടി. കാരണം ഇവൻ സ്ട്രെസ്സുള്ള മീനെ വാങ്ങിച്ചേ, ഞാനും ഇതുപോലെ സ്ട്രെസ്സുള്ള മീനെ വാങ്ങിച്ചേ. അപ്പോൾ അവരുടെ വാല് എപ്പോഴും പൂപ്പൽ പിടിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്ക് അനങ്ങാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പ്ലാൻസൊക്കെ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഉണ്ടോ ഡംബൊക്കെ കയറി തന്നെ ഉണ്ട് ഇടയ്ക്ക് ഉണ്ടോ. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡക്ക് വീഡ്സ് കുറച്ചിട്ടിട്ടുണ്ട്. ഉണ്ടോ വേരൊക്കെ തന്നെ ഉണ്ട് അതിൻ്റെ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് എടുത്ത ഒരു ഫോട്ടോയും കൂടി കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് ഇവനൊന്ന് പോസ് ചെയ്തെടുത്താൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ആക്ടിവിറ്റി കേട്ടോ. ഉണ്ടോ ഇവൻ നമ്മൾ ഹാളിൽ തന്നെ വെച്ചേക്കാണ്, നമ്മുടെ TV-ൻ്റെ ഒക്കെ അടുത്ത് വെച്ചേക്കാണ്. ഇത് TV ആണ് കേട്ടോ. ഉണ്ടോ TV. ഇപ്പോൾ TV-ൻ്റെ അടുത്താണ്, അടിയിലൊരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെച്ചേക്കണേ. അപ്പോൾ ലൈറ്റ് ആയിട്ട് വെച്ചാൽ ഒരു എമർജൻസി കേട്ടോ ഗൈസ്. മറ്റേ പണ്ടത്തെ ലൈറ്റ് അത് കേടായി പോയിക്കാണ്. അപ്പോൾ അവിടുത്തെ ഭായിനോട് ചോദിച്ചു വെച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ കുത്തി നമ്മൾ വെച്ചേക്കാണ്, ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഓഫ് ആവില്ല ഒരിക്കലും, കംപ്ലൈൻറ്റും വരാത്തൊരു എമർജൻസിയാണ്. കാരണം വെച്ചേക്കാണ് കേട്ടോ. ഒരു പോസ് ഉണ്ട്, എൻ്റെ ആ പോസുള്ള വീഡിയോ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾ പുൽച്ചാടീനെ ഇവിടെ പിടിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുൽച്ചാടീനെ പിടിച്ചിരിക്കണത് ഇതേ ഈ ബാക്കിൽ കാണുന്ന പ്ലേസിൽ നിന്നാണ്. ഇവിടെ നിറച്ചും പുല്ലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പിടിക്കേണ്ടത് കേട്ടോ. കാടാ ഇവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി. അപ്പം ഞാനൊരു സൂത്രം കൂടി കാണിച്ചു തരാം. അതെ ഇപ്പം നമ്മുടെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? പുള്ളിക്കാരന് എന്നെ കാണാനായിട്ടാണ് വിഷമം. എന്തേടാണ് അയച്ചേടാ നമുക്ക് നടത്താൻ കൊണ്ടുപോകാം. നടത്താൻ കൊണ്ടുപോകാം. നമ്മൾ നടത്താൻ കൊണ്ടുപോകാൻ പോകണം. പിന്നെ നടത്താൻ കൊണ്ടാണ്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുപോകണേന്ന് കാണിച്ചിട്ടേ ഗൈസ് മൊബൈൽ അടിക്കൂട്ടാ. ഗൈസ് നമ്മളിങ്ങനെ അടിക്കും. അവനെ കൊണ്ടുപോകണ്ട. ഇപ്പൊ ഭയങ്കര സാടായിരിക്കും. ഈ അമ്മേനെ കണ്ടിട്ടുണ്ട്.
പോണ്. അപ്പൊ വീട്ടിൽ പോവാണ്. സമയം വൈകിട്ടുണ്ട്. നമ്മുടെ ലോക്ക് ചെയ്ത് എവിടെ ഉണ്ട് കേട്ടാ. പാറയണ കടിക്കണ മൂടാ. കാണിച്ച് നീ നോക്കി കാണിച്ച് കടിക്കണ കൂടെ കാണിച്ച്. കടിക്കൂട്ടോ ഈശോൻ കടിക്കണ ആളാണ്. പാറുവാനായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. കാരണം കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം മാനവ് വന്നിട്ട് കുറെ നിർത്താനില്ല. മാനവ് കടിച്ചില്ല. മാനവിന് പേടിയാണ് കൈസ് പട്ടീനെ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവനെ കെട്ടിയിട്ടിട്ട് മാനവരെന്ന് എനിക്ക് പയ്യ എന്നൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാനൊരു സാധനം കൂടി കാണിച്ചില്ല. വാലോക്കി കം. ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമല്ല.